ഈയിടെ ഒപിയിൽ ഒരു 8 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് അവരുടെ പാരന്റ്സ് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ക്ലാസ്സിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇവനെ നന്നാക്കിയിട്ട് തിരിച്ചു വിട്ടാൽ മതി എന്നുള്ളതാണ്. ഇവൻ ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, മറ്റു കുട്ടികളെ തോണ്ടിക്കൊണ്ടിരിക്കും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നടക്കും. ഇനി ബെഞ്ചിനടിയിൽ കൂടെ പോയി മറ്റു കുട്ടികളുടെ കാല് പിടിച്ച് വലിക്കും. ടീച്ചർ പറഞ്ഞാലൊന്നും കേൾക്കില്ല. വീട്ടിലാണെങ്കിലും അവൻ പ്രശ്നക്കാരനാണ്. വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, ഒരു 2 മിനിറ്റ് അടങ്ങിയിരിക്കില്ല. സാധനങ്ങൾ പൊട്ടിക്കുക, നശിപ്പിക്കുക, പുതിയതായി വാങ്ങുന്ന എല്ലാ സാധനങ്ങളും അവൻ നശിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് വീഴും, കാല് പൊട്ടും, കൈ പൊട്ടും. ഇനി പുറത്ത് കൊണ്ടായാലോ ഒരു സ്ഥലത്ത് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പാരന്റ്സ് പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ട് അവൻ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ കിടന്ന് കരയും. പിന്നെ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെയിറ്റിംഗ് ഉള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടങ്ങിയിരിക്കില്ല, അവിടെ ഫുൾ പ്രശ്നം ഉണ്ടാക്കും. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഡോക്ടറെ, അവനൊന്ന് പറഞ്ഞ് നന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പാരന്റ്സ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഇത് പറഞ്ഞാൽ മാറുന്ന ഒന്നാണോ? അല്ല. ഇത് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയയിലെ ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കലിന് വരുന്ന ചില വ്യതിയാനങ്ങളാണ്. അത് കൂടാതെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ബ്രെയിനിന് തമ്മിലുള്ള കണക്ഷൻസിൽ വരുന്ന പ്രശ്നങ്ങളുമാണ്. ഇത് കൃത്യമായ മരുന്ന് ചികിത്സയുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റും. അതോടൊപ്പം ചില ബിഹേവിയർ തെറാപ്പിയും പരിശീലനങ്ങളും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പാരന്റ്സ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അവൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അവന്റെ കുസൃതിയല്ല. ഇതൊരു അസുഖമാണ്. അത് കൃത്യമായി ട്രീറ്റ് ചെയ്ത് മാറ്റുക. താങ്ക് യു.